ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലാത്ത കഷ്ടകാലം എന്ന്. ഈ വർഷം മഹാമോശം കേട്ടോ, കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ ബെറ്ററായിരുന്നു എന്ന്. കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആ വർഷം വളരെ മോശമാണ്, അതിന് മുൻപിലത്തെ വർഷം കുറേ കൂടി നന്നായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ എന്നും നമുക്ക് പ്രസൻറ്റിൽ കിട്ടുന്നതിൽ നമ്മൾ ഹാപ്പി അല്ല. അപ്പോൾ നമ്മൾ പറയും പാസ്റ്റിൽ കിട്ടിയതായിരുന്നു ഇതിനേക്കാളും ബെറ്റർ, ഇപ്പോൾ ഗുണമില്ല, ഇനി അടുത്ത വർഷമെങ്കിലും നന്നായാൽ മതിയായിരുന്നു എന്നൊരു പ്രതീക്ഷയും നമ്മളവിടെ കൊടുക്കും. നമ്മുടെ കഴിഞ്ഞകാല ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് മനസ്സിലാവുക അത് കുറേ കൂടി ബെറ്ററായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലം വളരെ നല്ല ഓർമ്മയാണ്. അതേപോലെ നമ്മുടെ സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ യൗവനം എല്ലാം നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് രസമായിരുന്നു അന്നൊക്കെ, അല്ലേ? നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നൊക്കെ പറയും. ഇപ്പം എന്താണ്? ഇപ്പം നമുക്കതിന് പറ്റുന്നില്ല എന്നാണോ? ഈ കാലഘട്ടവും നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പറയും അന്നൊക്കെ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ നല്ല കാലം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത്. ആ കാലഘട്ടത്തിലും സുഖമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കമ്പാരിസൺ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അത് ഇതിനേക്കാൾ ബെറ്ററായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും ഇരുന്ന് വിലപിക്കാതെ, ഓരോ നിമിഷത്തിനെയും പഴിചാരാതെ നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. കുറച്ച് കഴിഞ്ഞ് ഈ സമയത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ബെറ്ററായിരുന്നു എന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ആ ചിന്തകളിലൊന്ന് മാറ്റം വരുത്തുക. ഇതും ബെറ്റർ തന്നെയാണ്. ഇതും കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നല്ലൊരു സമയമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും കഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ, ഇല്ലാതാവുമ്പോൾ മാത്രമേ ആ സമയത്തിൻ്റെ, ആ ദിവസത്തിൻ്റെ, ആ നിമിഷത്തിൻ്റെ എല്ലാ മനോഹാരിത നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. എന്നും നല്ലത് ചിന്തിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ലത് വരട്ടെ.